ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ് ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നമ്മൾ പുട്ടിൻ്റെ മിക്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പുഴുങ്ങലരി ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണിത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മട്ട അരി വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു ടൈപ്പിലുള്ള പുഴുങ്ങലരിയാണ്. അപ്പോൾ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഡയറക്റ്റ് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ നനയ്ക്കൊന്നും വേണ്ട. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. 2 ബാച്ചാക്കിയിട്ട് പൊടിച്ചെടുക്കുക. എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് നനയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഡയറക്റ്റ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഇഡ്ഡലിത്തട്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലേക്ക് എല്ലയിലേക്കും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല താഴ്ഭാഗത്ത്. ഇപ്പോൾ 2 ബാച്ചാക്കിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതായത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി സ്റ്റീമറിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങ് പോയിക്കോളും. പൊടിഞ്ഞങ്ങനെ നമ്മളെന്തായാലും പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ പൊടി മൊത്തം ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു വന്നോളും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട്. അതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെല്ലാം പൊടിച്ചെടുത്തതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ ഒരു 2 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 നുള്ള് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അവസാനം 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എരിവ് പോലെ നോക്കിയിട്ട് ചേർക്കാം. ഇതൊന്നും ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. മുട്ട കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പം പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. പൊടിയിൽ എന്തായാലും ഉപ്പുണ്ട്, പക്ഷേ മസാലയിലും കൂടി കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ അതൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ പുട്ടിൻ്റെ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചൂടായി കിട്ടണം. അപ്പം ഇത്രയേ ഉള്ളൂ. അതിട്ടതിന് ശേഷം അധികം അങ്ങനെ കുക്ക് ചെയ്യുന്നു വേണ്ട. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നാസ്ത അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുവിടാനായാലും പെട്ടെന്ന് ചെയ്തെടുക്കാം. രാവിലത്തെ പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ട് പുട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും എന്തായാലും ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്